പഴകുളം മധു നമ്മോടൊപ്പമുണ്ട്. ഇത് കാണുമ്പോൾ വലിയ വിഷമമുണ്ട്. വ്യാപാരികൾക്കാണെങ്കിൽ അവർക്ക് എന്താ പറയുക, കോടികളുടെ നഷ്ടമെന്നാണ് പറയുന്നത്. ഇതൊരു പടയൊഴിഞ്ഞ പടക്കളം പോലെ ആണ് ഇപ്പോൾ റാന്നി ബസ് സ്റ്റാൻഡിലെ അവസ്ഥ. ഈ സാധനങ്ങളെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ്. പച്ചക്കറിക്കാർ, കോഴിക്കടക്കാർ, തുണിക്കടക്കാർ, അത് പലചരക്ക് കടക്കാർ, മറ്റേ ഫാൻസി സ്റ്റോറുകാർ, അങ്ങനെയുള്ള നിരവധി ആൾക്കാരുടെ ഓരോരുത്തർക്കും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പരിശ്രമം വെച്ചാൽ ഈ വേസ്റ്റുകൾ കംപ്ലീറ്റ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. തഹസിൽദാരുണ്ട്, മറ്റേ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സഹായത്തോടു കൂടി ഇപ്പോൾ തന്നെ ഇത് വേസ്റ്റ് മൊത്തം നീക്കം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നഷ്ടപരിഹാരം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2018 പ്രളയമുണ്ടായപ്പോൾ ഇതിനേക്കാൾ 10 മടങ്ങ് ഭീമമായ നഷ്ടം വ്യാപാരികൾക്കുണ്ടായി. ആ നഷ്ടമൊന്നും നികത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് ഇവർ വാങ്ങി വെച്ച സാധനത്തിൻ്റെ GST, വിൽക്കാത്ത സാധനത്തിൻ്റെ GST പോലും കൊടുക്കേണ്ടി വന്നു. അത്ര വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഭാഗ്യത്തിന് മഴ ഒന്ന് ശമിച്ചു, റാന്നിയിലെ ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി. ഇനിയാണ് ഏറ്റവും വലിയ ഈ ക്ലീനിങ് ആണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം.